മലബാറിന്റെ വിശുദ്ധിയായ മാപ്പിള സംഗീതത്തെ നിധി പോലെ കാത്തു സൂക്ഷിച്ച് പുതുതലമുറയ്ക്ക് കൈമാറുന്ന പട്ടുറുമാലിന്റെ പാട്ടുപാരമ്പര്യത്തിന് കരുത്തേകുന്ന കുട്ടിപ്പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. സെമി ഫൈനൽ മത്സരവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിധികർത്താക്കളെ. സജ്ല സലീം, ഫിറോസ് ബാബു ആൻഡ് ഷബ്നം റിയാസ്. കുട്ടിപ്പട്ടുറുമാലിൽ താളം ഒരുക്കാൻ നമ്മുടെ കമറുക്കയും സംഘവും റെഡിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ടീം ഓർക്കസ്ട്ര. കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഏ കുട്ടി കുട്ടി. ഇന്നത്തെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ അസർ സുൽഫിക്കർ. എന്തൊക്കെയുണ്ട് വിശേഷം? സെമി ഫൈനൽസിൽ സെക്കൻഡ് പെർഫോമൻസ് ആണ്. കഴിഞ്ഞതിൽ നല്ല മാർക്സ് വാങ്ങി. ടെൻഷനൊക്കെ പോയില്ലേ? ഇപ്പോഴുണ്ടോ? ഇല്ല. ഏത് പാട്ടാ പാടുന്നത്? താജ്ദാരെ മദീന. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റെഡി ആയി വന്നിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അസർ ഇത്താ ടെൻഷനൊക്കെ പോയോ പാടി കഴിഞ്ഞപ്പോൾ? ഇത് അസർ തന്നെ സെലക്ട് ചെയ്ത പാട്ടാണോ? ആണ്. ആണ്. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയി പാടി. ഒന്ന് ചിരിക്കടോ, പാടി കഴിഞ്ഞില്ലേ? ഇനി അധികം ടെൻഷൻ എടുപ്പിക്കുന്നില്ല, കമൻസ് ചോദിക്കാം. ഷബ്നത്ത. അസർ ഇത്താ വണ്ടർഫുൾ, താങ്ക് യു. നന്നായിട്ട് പാടി. താങ്ക് യു. ആ ഒരു നല്ല ഫീലായിരുന്നു മോനെ. ഒരു പ്രത്യേക ഫീലുള്ള പാട്ടായിരുന്നു. ആ ഒരു ആംബിയൻസൊക്കെ മോൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മോൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് മോൻ്റെ ആ ഒരു വോയിസിൻ്റെ ത്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആ ഒരു ട്രൂ വോയിസാണ് അത്. താഴെയാണെങ്കിലും മുകളിൽ പാടിയിട്ടാണെങ്കിലും ആ ഒരു ഏത് ഒക്ടേവിൽ പാടിയാലും അസർ കുട്ടൻ്റെ ആ ഒരു ട്രൂ ആയിട്ടുള്ള വോയിസ് ഉണ്ടല്ലോ, അത് കള്ളത്തൊണ്ടേ അല്ല, അത് ഭയങ്കര സുഖമാണ് മോനെ. അതങ്ങനെ റെയറായിട്ടേ കിട്ടത്തുള്ളൂ. അത് നന്നായിട്ട് അത് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ മോൻ നന്നായിട്ട് പാടി. പക്ഷേ ചില തിങ്സ് ഈ പല്ലവിയിൽ തന്നെ ആ ദുനിയാക്കി കഴിഞ്ഞിട്ട് വരുന്ന തിങ്സ് ഒന്നും പാടിയിട്ടുണ്ട്. പക്ഷേ അത് ഒന്ന് തട്ടി, അതായത് എല്ലാ നോട്ട്സിലും ഇങ്ങനെ തട്ടി, ഇങ്ങനെ ഈ കാറ്റ് വീശുന്ന മാതിരി അങ്ങനെ ആ ഒരു ഫീലായിരുന്നു. കറക്റ്റാണ്. നമ്മൾ നോട്ട്സിൽ ഇങ്ങനെ തട്ടി അതിൽ ഉള്ളിൽ വീണിട്ടാണ് ശരിക്കും. മുന്നേ അങ്ങനെ അസർ പാടും, അസറിന് മുന്നത്തെ സോങ്ങൊക്കെ അങ്ങനെയാണ് അസർ പാടിയത്. പക്ഷേ ഈ ഒരു സോങ്ങിൽ ആ ഒരു പ്രശ്നം ഞാൻ കണ്ടു. 2-3 പ്ലേസിൽ അതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ ചരണം അനുപല്ലവിയൊക്കെ കഴിഞ്ഞിട്ട് സ്കെയിൽ ചേഞ്ച് വന്നിട്ട് പല്ലവി പാടുന്നതൊക്കെ നന്നായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് നന്നായിരുന്നു. ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു മോനെ ഈ ഒരു സോങ്ങിൽ. അതായത് സംഗതികൾ പാടുന്ന സമയത്തൊരു ഇങ്ങനെ ഒഴുകി വരുന്നു, അതല്ലാണ്ട് ആ ഒരു കറക്റ്റ് നൊട്ടേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ഫിറോസ്ക. നന്നായി പാടി. താങ്ക് യു. കുറച്ച് ടഫ് സോങ് ആണ് ഇതല്ലേ? കൊല്ലം ഷാഫി ഷെരീഫ് അല്ലേ? ആ കോമ്പിനേഷനിൽ നമ്മൾ കേട്ടൊരു പാട്ട്. നന്നായിട്ട് തന്നെ പാടി. പ്രയാസമുള്ള പാട്ടാണ്. പിന്നെ ശബനം പറഞ്ഞത് ഞങ്ങൾ മോനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ഓപ്പൺ വോയിസ് എന്ന് പറയുന്നത്. ആ സിംഗിങ് നല്ലൊരു ടാലൻ്റാണ് കേട്ടോ. ആത്മാർത്ഥതയും കൂടും അങ്ങനെ പാടുമ്പോൾ. പാട്ടിനോടൊന്നുകൂടി സിൻസിയർ ആവാൻ പറ്റും നമുക്ക്. മോനത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ എനിക്ക് മോന് കൃത്യമായി വീഴാത്ത 2 പ്ലാൻ, അടുപ്പിച്ച് വരുന്ന 2 പ്ലാൻ. താജ്ദാരെ മദീന യാ റസൂലെ അസ്സലാം ഒന്ന് പാടി. താജ്ദാരെ മദീന യാ താജ്ദാരെ മദീന. ഇങ്ങോട്ട് വീഴുന്നില്ല മോനെ. മദീന യാ റസൂലേ അസ്സലാം. മോനെ സമയമെടുത്താ പാടുന്നത് അതിങ്ങനെ. പക്ഷെ അസറിന് അങ്ങനെ വീഴുമല്ലോ സാധനങ്ങൾ, കൃത്യമായിട്ട് വീഴുന്ന ആളാണ്. ഈ പാട്ടിൽ ആ ഒരു സ്ഥലത്ത് എന്തോ എനിക്ക് അവിടെ ഒരു സുഖക്കുറവ്, അത് അസറിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ആ സുഖക്കുറവ് വരാൻ പാടില്ല. അത് ഗൗരവമായിട്ടല്ല ഞാൻ പറഞ്ഞത്, എന്നാലും സെമി ഫൈനലായതുകൊണ്ട് അങ്ങനെ ഒരു കുറവ് ചെറിയ ഭാഗങ്ങളിൽ കണ്ടു. ഒരു പ്രാവശ്യമോ മറ്റോ കൃത്യമായിട്ട് വീണു കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? എന്താ അസറേ? ആ സംസാരമൊക്കെ മാറിയപ്പോൾ ഉഷാറായോ? ഉഷാറായി. താങ്ക് യു ഫിറോസ്ക. സജ്ലത. അസർ സുൽഫിക്കാർ. കൊല്ലം ഷാഫിക്കയുടെ മ്യൂസിക് അല്ലേ? ഷാഫിക്കയുടെ ചില പാട്ടുകൾ ഒരു രക്ഷയില്ല. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് ഈ പാട്ട് നമുക്ക് തന്നെ എത്ര കേട്ടാലും മതിയാവില്ല അല്ലേ? മോൻ എത്ര പാടിയാലും മതിയാവില്ല അല്ലേ? പാടുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ? ഇത്രയ്ക്ക് നല്ലൊരു മ്യൂസിക്കാണ്. ചില പാട്ടുകളൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അങ്ങനത്തെ കമ്പോസിങ് ആണ് ഷാഫിക്കയുടെ. പിന്നെ ഷെരീഫ് ക ഇത്രയും മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന പാട്ടാണ്. എപ്പോഴും സ്റ്റേജ് ഷോസിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഷെരീഫ് ക പാടുന്നത്. അത് ഒറിജിനൽ പാടിയൊന്നും ഭയങ്കരമായിട്ട് ചില തിങ്സൊക്കെ പാടുന്ന കേട്ടാൽ ഞെട്ടിപ്പോവും. അങ്ങനെ പാടി വെച്ചിരിക്കുന്ന പാട്ടാണ്. അസർ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. അസറിന് പറ്റുന്ന മാക്സിമം പാടുന്നുണ്ട്. എന്നാൽ ചില സംഗതികളൊന്നും കറക്റ്റ് വീണില്ല ഇന്ന് മോൻ പാടിയതിൽ. അതിൽ തുടക്കം ഹമ്മിങ് ഒക്കെ കലക്കി പാടി. പിന്നെ പല്ലവിയിലെ ആ തിങ്സൊക്കെ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റായിട്ട് വരാനുണ്ട്. ക്ലിയർ ആവുന്നില്ല ചില സംഗതികളൊന്നും. പിന്നെ അനുപല്ലവിയിലെ വിരിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സംഗതി മോനെ പൂർണ്ണമായിട്ട് പാടുന്നില്ല എനിക്ക് തോന്നുന്നു. അതൊന്ന് പാടാൻ പറ്റുമോ? ആ വിരിഞ്ഞു, അത് ഓർക്കസ്ട്രയിൽ മാത്രമേ ആ ഒരു ഇടയ്ക്കുള്ളൊരിത് പാട്ടിൽ വരുന്നില്ലേ? പാട്ടിനില്ല. മുമ്പ് പാടിക്കിയത് പുണ്യമതം ഇസ്ലാം എന്ന സത്യം പകർന്നു. പിന്നെ അത് ലിങ്കാണോ? ലിങ്ക് ആണ് അല്ലേ? ഓക്കെ.
നമുക്ക് കേട്ട് അങ്ങനെ പരിചയമുള്ളതുകൊണ്ടായിരിക്കാം മോൻ പാടിയിട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു പൂർണ്ണമാവാത്ത പോലെ സംഗതി, അങ്ങനെ ഒരു ഫീൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് അനുപല്ലവൊക്കെ കഴിഞ്ഞ് തുണ്ടുപല്ലവി കഴിഞ്ഞ് വരുന്ന ഒരു ഹമ്മിങ് ഇല്ലേ, അതിൻ്റെ ലാൻഡ് ചെയ്ത സംഗതികളൊന്നും അത്ര പെർഫെക്റ്റ് ആയില്ല. മനസ്സിലായോ? പിന്നെ മുത്തുനബിയെ മുത്തുനബിയെ അതൊക്കെ ഇല്ല, അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഫീൽ കൊടുക്കാം അസറിന്. കുറച്ചുകൂടെ മൊത്തത്തിൽ കുറച്ചുകൂടെ ഒന്ന് ഫീൽ കൊടുത്ത് പാടാം. എന്നാലും കുഴപ്പമില്ല, കേൾക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നാലും അസറിൽ നിന്ന് കുറച്ചുകൂടെ നന്നാക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജിലത്ത. സർ നല്ല കമൻസ് ആണ്. ഇനി ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പം നല്ല ഷെയറായി. മാക്സ് ചോദിക്കാം. ഫിറോസ്ക അസറിന് 38.5. 38.5 on 40. ഷബ്നത്ത 29. 29 on 30. സജിലത്ത 28.5. 28.5 on 30. അസർ സുൽഫിക്കറിന്റെ നിത്യഹരിത ഗാനം റൗണ്ടിൽ 96 on 100. നല്ല മാർക്സ് ആണ്. അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടി ബാക്കിയുണ്ട് സെമി ഫൈനൽസിൽ. നന്നായി പാടാം. ചെലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം അസറിന്. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഗസൽ റൗണ്ടിൽ പാടാനെത്തുന്നു ഫാത്തിമ. ഫാത്തിമ, എന്താണിത്? ഒരു റാമ്പിൽ ഒരു ടോപ്പ് മോഡൽ നിൽക്കും പോലെ ഉണ്ട്. ഗൗണും ഹെയർ സ്റ്റൈലും. ആരാ മുടിയൊക്കെ ഇങ്ങനെ ആക്കി തന്നെ? പ്രസന്ന ചേച്ചി ഓരോ എപ്പിസോഡിലും ഫാത്തിമേന്റെ ഹെയറിൽ ഇങ്ങനെ ഓരോരോ മുഞ്ചാക്കി തരികയാണല്ലേ. ഗസൽ റൗണ്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? എന്തായാലും നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജബാരിനെ അറിഞ്ഞതില്ല. മറിമായ പലതും ഞാൻ ചെയ്ത് നടന്നപ്പോൾ മലിക്കുൽ ജബാരിനെ അറിഞ്ഞതില്ല. മിഴി രണ്ടും നനഞ്ഞും മാനസകം പിടഞ്ഞും മന്നവനോടിരവോതും ഞാൻ, മന്നവനോടിരവോതും ഞാൻ. കഥനമകറ്റണേ തമ്പുരാനേ, കൈരന്നിൽ ചൊരിയണേ യാ റഹീമേ. കഥനമകറ്റണേ തമ്പുരാനേ, കൈരന്നിൽ ചൊരിയണേ യാ റഹീമേ. കൈരന്നിൽ ചൊരിയണേ യാ റഹീമേ. മിഴി രണ്ടും നനഞ്ഞും മാനസകം പിടഞ്ഞും മന്നവനോടിരവോതും ഞാൻ, മന്നവനോടിരവോതും ഞാൻ, മന്നവനോടിരവോതും ഞാൻ. ഫാത്തിമ, ഒരു ഭക്തിയുടെ നിറവിൽ നിന്ന് പടച്ചോനോടൊരു തേട്ടം അല്ലേ? നല്ല ഫീൽ. അങ്ങനെ ഫാത്തിമ പാടുന്നത് നോക്കിയിരിക്കാനും കേട്ടിരിക്കാനും നല്ല സുഖമുണ്ടായിരുന്നു. ജഡ്ജസിന് എന്ത് തോന്നി നമുക്ക് ചോദിക്കാം. ഫിറോസ്ക, ഇപ്പോൾ അത്ര ലഹളയില്ലല്ലോ? ഇല്ലല്ലോ? ഇല്ല. അപ്പം ഇനി ലഹള എന്ന് വിളിക്കില്ല, നെഹല തന്നെ. ഇനി ലഹള എന്ന് വിളിക്കില്ല കേട്ടോ. മോളുടെ മാക്സിമം പാടി. അതാണ് കമൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗം. മോളുടെ മാക്സിമം പാടി. ഇത് ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ബാബുക്ക ഈണമിട്ട് ജാനകിയമ്മ ആലപിച്ചൊരു പാട്ടിൻ്റെ ഈണമാണ്. നമ്മൾക്കറിയാം ഒറിജിനൽ പാട്ട് ഏതാണെന്ന്. ഇത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് എന്താ നിങ്ങൾ ഉദാഹരിക്കാഞ്ഞത് എന്ന് ചോദിക്കും. അതിൻ്റെ ശരിയായ കാര്യം എന്താ പറയാഞ്ഞത് എന്ന് ചോദിക്കുമല്ലോ. അതുകൊണ്ടാണ് മോൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. മോള് അറിഞ്ഞിരിക്കണം. ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവപ്പാതിയും ഓടിയെത്തി തുടങ്ങി കണ്ണുകൾ പേമാരി മടങ്ങിയിട്ടില്ലല്ലോ മണിമാരൻ തുടങ്ങി കണ്ണുകൾ പേമാരി മടങ്ങിയിട്ടില്ലല്ലോ മണിമാരൻ മടങ്ങിയിട്ടില്ലല്ലോ മണിമാരൻ. ജാനകിയമ്മ ഒരു തലം തൊട്ട് പാടിയ പാട്ടാണ് അല്ലേ? അങ്ങനെ കുറേ ഗസലുകൾ നമ്മൾ ഹിന്ദി ട്യൂണിലൊക്കെ വരുന്നൊരു ഹോട്ടോസെ ചൂലോത്തും എന്നതിൻ്റെ ട്യൂണിൽ ഒരു ഗസലീകരിക്കാവുന്ന മാപ്പിളപ്പാട്ടുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ. അതുപോലെ ഒരു പാട്ട് മോളുടെ മാക്സിമം പാടി. അകാരമൊക്കെ പാടുമ്പോൾ ആലാപ്പ് അകാരമായിട്ട് മോളത് പാടുമ്പോൾ സാധകം കൊണ്ട് വരേണ്ടതാണ് മോൾ. ഒരുപാട് കാലത്തെ പ്രാക്ടീസ് കൊണ്ട് പഠിക്കുന്നില്ലേ സംഗീതം? അടുത്ത് പഠനം അല്ലേ? കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ അധ്യാപകനോട് അല്ലെങ്കിൽ ആ അധ്യാപകനോട് ഇത് കേൾക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരുപാട് കാലത്തെ സാധകം കൊണ്ടാണ് മോൾക്ക് ഈ അകാരമൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ കൃത്യമായിട്ട് വരുന്നത്. ഇപ്പം മോളത് ഇതിനു വേണ്ടി പഠിച്ചു പാടുകയാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെയുള്ളൊരു ഫീലാണ് ഇപ്പം കിട്ടുന്നത്. അത് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ് വേണ്ടത്. അത് മോളുടെ കുഴപ്പമല്ല. മോള് വലിയ പാട്ടുകാരിയാവും കേട്ടോ. ചെറിയ ആളല്ലേ, വലിയ പാട്ടുകാരിയാവും. പക്ഷെ പഠനം ഒരിക്കലും നിർത്തരുത് കേട്ടോ. ഇതൊരു തുടക്കമാണ് ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ ലോകമറിയാനുള്ള, മോൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ലോകമറിയാനുള്ള അപാരമായ പാട്ടുകൾ പാടി. എന്തൊരു പാട്ടാണ് പാടിയത് എന്നൊക്കെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെ നിങ്ങളെക്കുറിച്ചും വിളിച്ച് പറയുന്നത്. അങ്ങനെ പാടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് ഇല്ലേ? ഇപ്പോൾ പ്രേക്ഷകരറിഞ്ഞു മോൾ എവിടെ ചെന്നിറങ്ങിയാലും, ഒരു ബസ് സ്റ്റാൻഡിലോ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഒരു എയർപോർട്ടിലോ മോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 100 ആളെ കാണുകയാണെങ്കിൽ അതിലൊരു 70 ആൾ മോളെ തിരിച്ചറിയും.
നിങ്ങളെയൊക്കെ തിരിച്ചറിയും അല്ലേ? അതാണ് നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് പ്രശംസ കിട്ടുമ്പോഴാണ് മോളെ നിങ്ങൾ ചെയ്യുന്ന പാട്ടിനൊക്കെ അതിൻ്റെ ഒരു തലം കൈവരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി, മാക്സിമം നന്നായിട്ട് പാടി. പിന്നെ ആ വല്ലാത്ത റൂട്ടാണ്, സിന്ധുഭൈരവിയുടെ മാക്സിമം കാണിച്ചൊരു പാട്ടാണ്. സിന്ധുഭൈരവി എന്ന രാഗത്തിൻ്റെ പരമാവധി ബാബുക്ക കാണിച്ചൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരമാവധി മോള് തൊട്ടുപാടി വലിയ പാട്ടുകാരി ആവട്ടെ കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ലത നന്നായി പാടി നെഹല. ജാനകി അമ്മ പാടി വെച്ചിരിക്കുന്ന പാട്ട് മോൾക്ക് അറിയാലേ, കേട്ടിട്ടില്ല ഒറിജിനൽ? അതൊരു വല്ലാത്തൊരു ഈണമാണ്. ആ ഒരു ഈണത്തിൽ നല്ലൊരു വേറെ ലിറിക്സിൽ നന്നായിട്ട് മോള് പാടി. എനിക്ക് മോള് പാടുമ്പം കുറച്ച് മിസ്സിങ് തോന്നി, പല്ലവിയിലും അനുപല്ലവിയിലൊക്കെ ആണെങ്കിൽ. ടോട്ടലി നോക്കുമ്പോൾ കുറച്ച് മിസ്സിങ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്ന മോൾക്ക് ഈ ഒരു പ്രായം ഒരു നമുക്ക് പാടാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് മോളിൽ നിന്ന് പ്രതീക്ഷിച്ച് അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടാറുള്ളത്. എനിക്ക് തോന്നുന്ന മോള് പാടുമ്പോൾ ഈ ഒരു സെമി ഫൈനലിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത സ്ക്രാച്ചൊക്കെ വരുന്നുണ്ട് പാടുമ്പോൾ. പ്രത്യേകിച്ച് ബേസിലൊക്കെ പാടുമ്പോൾ, ബേസ് പോർഷൻ വരുമ്പോൾ നമുക്ക് ചെറിയ സ്ക്രാച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. പിന്നെ അനുപല്ലവിയിലെ കഥനങ്ങൾ, അവിടെ 2 പ്രാവശ്യം റിപ്പീറ്റേഷനിലും ഒക്കെ ചെറിയൊരു ഷിവറിങ് ഉണ്ട്. ഹൈയിൽ പോകുന്നോണ്ടാണോ, ഹൈയിൽ പാടുന്നോണ്ടാണോ ചെറിയൊരു കൺട്രോൾ കിട്ടുന്നില്ല, ഇങ്ങനെ വിറച്ചു പോകുന്നുണ്ട്. പിന്നെ എന്തായാലും മോൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിൽ ഇത്രത്തോളം മോഡുലേഷൻസും ഒക്കെ കൊടുത്ത് പാടാൻ പറ്റുന്ന മോൾക്ക് എന്തായാലും ഭാവിയിൽ നല്ലൊരു സിംഗർ തന്നെ ആവാൻ പറ്റും. അതെനിക്ക് ഉറപ്പാണ്. മോൾ എന്തായാലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. നല്ല കഴിവുള്ള മോളാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. സജ്ലത ഫാത്തിമ കുട്ടി നന്നായിരുന്നു. സ്ക്രാച്ചസ് ഉണ്ട്, പുതിയ സാധനങ്ങളൊക്കെയാണ്. സ്ക്രാച്ചസ്, ഉമ്മുനീര്, അങ്ങനത്തെ കുറച്ച് ഇല്ലേ ഇപ്രാവശ്യം സെമി ഫൈനൽ ആയപ്പോഴത്തേക്ക്. കുഴപ്പമില്ല. മോളുടെ എനിക്ക് ഇന്നത്തെ സോങ്ങിൽ മെയിനായിട്ട് തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മോൾ ടോപ്പ് പോർഷൻസ് നിന്ന് പാടി വന്നിട്ട് ഡൗൺ ബേസിലോട്ട് വരുന്ന സമയത്ത് മോളുടെ വോയിസ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല, അൺസ്റ്റേബിളാണ്. അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു കൺട്രോൾ പോയിട്ട് ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാണ്. അത് മെയിനായിട്ട് ഈ ഒരു സോങ്ങിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. വേറെ മോളുടെ ഒരു രീതിക്ക് തന്നെയാണ് ഈ പാട്ട് മോള് പാടിയിട്ടുണ്ട്. വലിയൊരു സോങ്ങാണ് അത്. ഇത്രയും നമ്മുടെ അതൊരു വലിയ കാര്യമാണ് മോളെ. നിങ്ങളൊക്കെ ഇങ്ങനത്തെ സോങ്സ് എടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ ആയതുകൊണ്ടാണ്, എങ്കിൽ പോലും അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് മോളെ. അതും അത്യാവശ്യം തെറ്റില്ലാത്ത കമൻസൊക്കെയാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട, എന്തായാലും മുന്നോട്ട് പോട്ടെ നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത. ഫാത്തിമ, ഗസലിന് എത്ര മാർക്സ് കിട്ടും നോക്കാം. സജ്ലത മോൾക്ക് 27.5. 27.5 on 30. ഫിറോസ്ക 37. 37 on 40. ഷബ്നത 27. 27 on 30. ഫാത്തിമ കുട്ടിയുടെ ഗസൽ റൗണ്ടിൽ 91.5 on 100 ആണ് ടോട്ടൽ മാർക്സ്. കുഴപ്പമില്ല, നല്ല കമൻസ് ഒക്കെ കിട്ടി. അപ്പോൾ ഇനി കുട്ടി പട്ടുറുമാൽ സീസൺ 2വിൻ്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ഫാത്തിമ നെഹ്ല ഉണ്ടാവും, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ഖവാലിയുടെ ദർബാറിൽ മറ്റൊരു മൊഞ്ചത്തി ഇവിടെ റെഡിയാണ്. അസ്ന, എന്ത് തോന്നുന്നു നമ്മുടെ ഖവാലിയുടെ ദർബാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ? ആദ്യമായിട്ടാണ് പാടുന്നത്. ആദ്യമായിട്ടാണ് ഖവാലി. ടെൻഷനുണ്ടോ? കുറച്ച്. ടെൻഷനൊന്നും വേണ്ടതാ. സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലൈവ് ഓർക്കസ്ട്ര ഉണ്ട്, നമ്മുടെ കുട്ടി ഗായകരുണ്ട്. നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശൗക്കുള്ള മാരൻ മാരൻ വരുന്നേ കനിയായ മാരൻ വരുന്നേ
താഹിറമോളെ താഹിറ മോളെ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ വരുന്നേ വരുന്നേ പുതുമാരൻ മുഹമ്മദ് വരുന്നേ ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ ലെങ്കും ലിബാസുകളായി ചിത്തിരം കൊത്തിയ നീലക്കസവിൻ്റെ നിറവൊളി പോൽ നിറവൊളി പോൽ നിന്നെ മണിയറയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും മുഹമ്മദ് മാരൻ താഹിറ മോളെ താഹിറ മോളെ എന്തൊരു സന്തോഷനാള് ഇന്ന് എന്തൊരു സന്തോഷനാള് എന്തൊരു സന്തോഷനാള് ഇന്ന് എന്തൊരു സന്തോഷനാള്
അസ്ന, എന്തോ ഒരു കല്യാണ ദർബാറല്ലേ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്? ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ? പക്ഷെ എല്ലാവരും ആ ആഘോഷത്തിന്റെ മൂഡിലേക്ക് അസ്ന കൊണ്ടുവന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കല്യാണ വീട്ടിലിരുന്നൊരു പാട്ട് കേൾക്കും പോലെ. അപ്പം എന്തായാലും നമുക്ക് കമൻസ് ചോദിച്ചു വെക്കാം. സജ്ലത, അസ്ന, എന്തോ നല്ലൊരു സോങ് കുഞ്ഞുമൂസക്കയുടെ, നമ്മുടെ താജുദ്ദീൻ വടകരയുടെ ഉപ്പ കുഞ്ഞുമൂസക്കയുടെ സംഗീതത്തിൽ എനിക്ക് തോന്നുന്നത് ലിയാഖത്ത്ക്കയാണ് പാടി എല്ലാവരിലും ഫേമസ് ആയത് ലിയാഖത്ത്ക്കയിലൂടെയാണെന്ന് പറയാം. നല്ലൊരു സോങ് ആണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട, ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് തന്നെ അസ്ന പാടുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. അത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും, അല്ലേ അസ്ന? അസ്നക്ക് കുറച്ച് പ്രശ്നങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. അസ്നക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ശ്രുതി കുറച്ചുകൂടി കേട്ടായിരുന്നില്ലേ? നല്ല ഹൈയിലൊക്കെ പാടുന്ന കുട്ടിയാണ്. അതെന്താ ഈ ശ്രുതിയിൽ പാടിയേ? പറഞ്ഞോ. സജിലത്ത ഗ്രാൻഡ് ഫിനാലെ. സജിലത്തെ ഗ്രാൻഡ് ഫിനാലയിൽ പാടിയ ശ്രുതിയിൽ പാടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഓരോരുത്തർക്കും ഓരോ റേഞ്ച് ഉണ്ട്. മോൾ ആ റേഞ്ചിൽ പാടണമെന്ന് ആരാ പറഞ്ഞേ? ഒറിജിനൽ സോങ് അതാണോ? അല്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി കയറ്റി പാടായിരുന്നു. അതൊന്ന് ഫീൽ ചെയ്തു. കാരണം മൊത്തത്തിൽ കുഴപ്പമില്ല, പഞ്ചൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഡള്ളായ പോലെ ഫീൽ ചെയ്തു. എന്തായാലും ഒരു കവാലി, എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന കുട്ടികളിൽ ഈ ഒരു കവാലി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞതുപോലെ, ലെങ്ത്ത് കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. കുറച്ച് മോള് പാടിയത് കുറച്ചേ നമുക്ക് കാണാനുള്ളൂ, അങ്ങനെ ഒരു ഫീൽ വന്നു. മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫിനിഷിങ് കുറവ് എന്തായാലും ഉണ്ട്. അത് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അസ്ന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ഷബ്നത, നന്നായിട്ട് പാടി. ആ താങ്ക് യുവിൽ തന്നെ അറിയാം അല്ലേ? താങ്ക് യു. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് മോളെ? മോള് പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇത്രയും ഡള്ളാവുന്ന ഞാനൊരു കാര്യം പറയാം. അസ്നയ്ക്ക് മുന്നേയും ഈ പ്രശ്നം വന്നിട്ടുണ്ട് പിച്ചിൻ്റെ, അല്ലേ മോളെ? ഒരു കമ്പോസർ വെറുതെ അല്ല ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു രാഗം എടുത്തിട്ട് അത് കമ്പോസ് ചെയ്യുമ്പോൾ ആ രാഗത്തിൻ്റെ ഭാവം, അതിൻ്റെ ആ ഭാവത്തിൽ ഏത് ശ്രുതിയിലാണോ ഏത് ശ്രുതിയിൽ കമ്പോസ് ചെയ്താൽ ആ പാട്ടിന് എത്രത്തോളം ബ്രൈറ്റ്നസ്സും ബ്യൂട്ടിയും ആ രാഗഭാവം കൊടുത്താൽ എത്രത്തോളം നന്നാവും എന്നൊക്കെ നോക്കിയിട്ടാണ് അവരത് കമ്പോസ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് കോമ്പറ്റീഷൻസ് ആകുമ്പോൾ നമ്മുടെ അനുസരിച്ച് നമുക്ക് കുറയ്ക്കും കൂട്ടിയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാൽ തന്നെയും ഇത് കുറച്ച് ഇതൊരു വല്ലാത്ത ഡൾ മൂഡിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള ഒരു പിച്ചായി പോയി മോൾ ഇപ്പോൾ സെലക്ട് ചെയ്തത്. എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മോളെ. അതാണ് മോൾക്ക് ഇന്ന് മെയിനായിട്ട്. കാര്യം മോള് തിങ്സ് പാടുമ്പോഴും ഒക്കെ മോൾ എത്ര നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഡൾനെസ് ഇങ്ങനെ കിടക്കും, ഒരു ബ്ലേഡായിട്ടിരിക്കും നമുക്ക് കേൾക്കുന്ന സമയത്ത്. ഒരു അകാരങ്ങളൊക്കെ പാടിയത് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ആ ചിത്തിരം കൊത്തിയ കഴിഞ്ഞിട്ട് അനുപല്ലവിയിൽ പാടിയ അകാരമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ക്ലിയർ ആയിരുന്നില്ല. ചരണത്തിലും എന്നാൽ ചില സംഗതികളൊക്കെ നന്നായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട് അസ്ന. മോക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായി. ഇനിയും ഇങ്ങനെ വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത. ഫിറോസ്ക, അസ്ന, ഇനി ഞാനെന്താ പറയേണ്ടത്? ഇവർ രണ്ടുപേര് പറഞ്ഞതൊക്കെ കൃത്യം പോയിന്റുകളാണ് മോളെ. എന്താ വെച്ചാൽ മോൾക്ക് റിപ്പീറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് ചരണം എടുക്കാമായിരുന്നല്ലോ. റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാൽ പോരെ ലെങ്ത്ത് കുറക്കണമെങ്കിൽ തന്നെ പാട്ടിന്, അല്ലേ? അപ്പോൾ നമ്മളൊരു ചരണം വേണം ഒരു പാട്ടിൽ. ഒരു പാട്ടിന് എപ്പോഴും അനുപല്ലവിയും ചരണവും വേണം. നമ്മളൊരു ഭാഗം മാത്രം എടുത്തിട്ട് വിടുമോ പാട്ട്? അങ്ങനെ ഒരു പതിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മോൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാൽ മതി, അല്ലേ? റിപ്പീറ്റേഷൻ ഒഴിവാക്കല്ലോ നമുക്ക്. ഇതെവിടെയും ആരും ഇന്ന മാതിരി എന്ന് അങ്ങ് എഴുതി വെച്ചൊരു പാട്ടൊന്നും അല്ലല്ലോ. മാപ്പിളപ്പാട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആധികാരികത ഉള്ള പാട്ടുകളായിരിക്കില്ല പലതും. ഈ പാട്ടിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പല പാട്ടുകളും. അപ്പോൾ നമുക്ക് റിപ്പീറ്റേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, അല്ലേ? ആയെ നിലാവൊളി ലെങ്കുന്ന മോളിന്ന് ആദ്യം ഒരു 4 വട്ടം പാടുന്നതിനെ നമുക്ക് 2 ആക്കി കൂടെ ആക്കാം. ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്നിട്ട് ചരണം കൂടെ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലേ? ഒരു പാട്ടാവുമ്പോൾ നമുക്കൊരു അനുപല്ലവിയും ചരണവും ഫീൽ ചെയ്യണം, അല്ലേ? പിന്നെ മോൾക്കിത് 2 കാര്യം മുമ്പൊക്കെ ഏതൊക്കെയോ കുട്ടികളോട് പറഞ്ഞ പോലെ ഇതിൻ്റെ ശ്രുതി കയറ്റാമായിരുന്നു എന്നതും ഇതിൻ്റെ ടെമ്പോ കൂട്ടാമായിരുന്നു എന്നതും എൻ്റെ ഒരു അഭിപ്രായമാണ്. ടെമ്പോ കൂട്ടിയാൽ മോൾക്കിത് പാടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ?
എന്താ പിന്നെ ടെമ്പോ കൂട്ടാഞ്ഞത്? മോള് ഇതൊരു കല്യാണപ്പാട്ടാണ് അല്ലേ, കല്യാണ ഖവാലിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് തളർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊരു റിതമിസ്റ്റ് കൂടി ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തു. ഓരോ താളഘടനയ്ക്ക് പാട്ടിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. സ്ലോ വായിച്ചാൽ ഇപ്പോൾ 1 2 3 1 2 3 എന്ന് ദാദര വായിച്ചാൽ സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് ശോകമാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്നാൽ ഹാപ്പി പാട്ടുകളുണ്ട് റയറായിട്ട്. നമ്മൾ ജിങ് ചിട്ട തക്ക് ജിണ്ട ജിങ് ചിട്ട എന്ന് വായിച്ചാൽ നമുക്ക് പൊതുവേ ഹാപ്പിയാണ് ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ദാക്കിന്തിൻ്റെ കൊണ്ട് സിത്താറിൻ്റെ ഒരു ഹാർപ്പ് ഇട്ടാൽ ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുക. മനസ്സിലായോ മോൾക്ക്? അത് തന്നെ സിത്താറ് തന്നെ എന്ന് വായിച്ചാൽ ശോകമാണ് ഫീൽ ചെയ്യുക. അതൊക്കെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓരോരോ പ്രയോഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് തിരിച്ചറിയാൻ, ഞാൻ റിതം തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ മോൾക്ക് ഒന്നുകൂടി ടെമ്പോ കൂട്ടിയാൽ ഇതൊരു കല്യാണപ്പാട്ടിലേക്ക് കൃത്യമായിട്ട് വരുമായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ശ്രദ്ധിക്കണം. മോൾ ഈ പാട്ട് പഠിച്ച സ്ഥിതിക്ക് മോൾക്ക് വേദികളിലൊക്കെ പാടാം ഇല്ലേ? വേദികളിലൊക്കെ പാടാൻ തുടങ്ങിയില്ലേ? എവിടെ എത്തിയിപ്പോൾ? ആദ്യം പാടി പറഞ്ഞ് ഞങ്ങൾ തിരുത്തി തന്ന അസ്ന ഇല്ലേ? കുറേ ഞങ്ങൾ പറഞ്ഞില്ല, ഓരോന്നിലും അസ്ന ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു എന്ന്. ആ ഇമ്പ്രൂവ്മെൻറ്റിൽ ഇപ്പോൾ എവിടെയാണ് നോക്കുന്നത്? പുറകോട്ട് നോക്ക്. സെമി ഫൈനൽ കാണുന്നില്ലേ? ആ സെമി ഫൈനലിലാണ് നിൽക്കുന്നത്. അപ്പോൾ മോള് ശ്രദ്ധിക്കണം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അസ്ന, അപ്പോൾ കമൻസ് ഒക്കെ കേട്ടു, കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും മാർക്സ് ചോദിക്കാം. ഫിറോസ്ക അസ്നയ്ക്ക് 37. 37 on 40. സജ്ലത 27. 27 on 30. ഷബ്നത 27. 27 again on 30. അപ്പം നസ്നക്കുട്ടീൻ്റെ ഖവാലി റൗണ്ടിൽ 91 on 100 ആണ് ടോട്ടൽ മാർക്സ്. കുഴപ്പമില്ല. പിന്നെ സെമി ഫൈനൽസിൽ ഒരു റൗണ്ടും കൂടിയുണ്ട്, ഗസൽ റൗണ്ട് കൂടിയുണ്ട്. സമ്മാനം വേണ്ടേ? അസ്നയ്ക്ക് പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. കുട്ടിപ്പാട്ടുകാരുടെ സംഗീതവേദിയിൽ മത്സരം മുറുകുന്നു. കൂടുതൽ സെമി ഫൈനൽ വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം സ്റ്റേ ട്യൂൺ ടു ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.